പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിങ്ങൾ ഈ പ്രാർത്ഥന ഷെയർ ചെയ്യണമേ. കാര്യം അതുതന്നെയായിരിക്കും ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിലെ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു കാരണം. അപ്പം നിങ്ങൾ മാത്രം കേട്ട് അനുഭവം പ്രാപിക്കാതെ കർത്താവിൻ്റെ വേല മറ്റുള്ളവർക്കും കൂടി കർത്താവിൻ്റെ സുവിശേഷം എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 19 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഈ മക്കളെ ഈശോനാമത്തെ ആസ്വദിക്കുന്നു. കർത്താവ് രോഗികളുണ്ട് ഈശോയെ. കർത്താവ് ചില രോഗികൾ അവരുടെ രോഗങ്ങൾ പറയത്തില്ല, പേടിച്ചിട്ട് നാണമായിട്ട് മിണ്ടാതിരിക്കുന്നവരുണ്ട്. അവർ ചികിത്സക്കും പോകാതിരിക്കുന്നവരുണ്ട് ഈശോയെ പലരും. കർത്താവ് അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥയിൽ മാനസിക പീഡകൾ സ്വകാര്യമായി അനുഭവിച്ച് വേദനിക്കുന്നവരുടെ രോഗങ്ങൾ ഈ നിമിഷം കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോനാമത്തെ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമം സ്വന്തം ചെയ്യുന്നു. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ജീവിത ആവശ്യങ്ങളിലെ സംഭ്രമജനകമായ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരെ
ഇതിൽ ഞങ്ങൾക്ക് മോചനമില്ല, ഞങ്ങൾ ഗതി പിടിക്കത്തില്ല, ഞങ്ങൾ തീർന്നു പോകുമെന്ന് ഓർത്ത് ആശങ്കപ്പെടുന്നവരെ അവിടെ മേൽ ഇന്ന് സഞ്ചാരി മാതാവ് കൃപാസനത്തിൻ്റെ അമ്മ പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. യാത്രയിരിക്കുന്നവർ, യാത്രയ്ക്ക് വേണ്ടിയുള്ള അനുതാരികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നവർ, അവിടെയെല്ലാം യാത്ര ശുഭമാകാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു. തൊഴിൽ അന്വേഷിക്കുന്നവരെ, ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നഷ്ടപ്പെടുമെന്നുള്ള ആശങ്കയുള്ളവരെ, അതുപോലെ തന്നെ തൊഴിലിൽ നിന്ന് സസ്പെൻഡായി പോയിട്ടുള്ളവരെ, അതുപോലെ തന്നെ അന്യൻ്റെ കൈവശം ചില സാമ്പത്തിക സ്ഥാപനങ്ങളിൽ പണം കുടുങ്ങിപ്പോയിട്ട് തിരിച്ചു കിട്ടാത്തതിൻ്റെ പേരിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായമായിട്ട് ഇരിക്കുന്ന ആൾക്കാർ, അവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ കുഞ്ഞുങ്ങളെ, അവരുടെ വിദ്യാഭ്യാസം, നീറ്റ് എഴുതുന്നവരെ, ഇന്ന് നീറ്റ് പരീക്ഷയാണ്, ഉടമ്പടി എടുത്തിരിക്കുന്ന അനേകം മക്കൾ നീറ്റ് പരീക്ഷ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ആൾക്കാരും നീറ്റിലുള്ളവർക്ക് അവരുടെ മെരിറ്റ് കൊണ്ടല്ല, നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അവരുടെ എല്ലാവിധ അയോഗ്യതകളെ അതിജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് പ്രവർത്തിക്കുകയും അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസത്തിനുള്ള പുതിയ വാതിലുകൾ മാതാവ് തുറന്നു തരികയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയാൽ കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗമായിട്ടുള്ള ആൾ രോഗിയായി കിടക്കുകയും വരുമാനം മുട്ടുകയും പീഡികക്കടലിൽ കടം കൂടുകയും മറ്റുള്ളവരിൽ നിന്നെല്ലാം കടം മേടിച്ചുകൊണ്ട് ജീവിക്കാൻ പോകുന്ന ഒരവസ്ഥയിൽ കുഞ്ഞുങ്ങൾ പോലും ഞങ്ങൾ ഇങ്ങനെയായി പോയല്ലോ എന്നോർത്ത് മനസ്സ് വിഷമിക്കുന്നവർ, അവരെല്ലാം സന്ധിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പുതിയ പദ്ധതി നിങ്ങളുടെ കുടുംബത്തിലേക്ക് കർത്താവ് തുറന്നു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ ദൈവവിളിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ദൈവവിളിക്ക് പോകണോ പോകണ്ടയോ എന്നൊക്കെ ഓർത്ത് ആശങ്കപ്പെടുന്ന മക്കൾക്ക് ഈ ഒറ്റ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ദൈവവിളി ഉണ്ടെന്നുള്ള ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വൃത്തിയായ, കൃത്യമായ, ശക്തമായ തീരുമാനമെടുക്കാൻ, കർത്താവിൻ്റെ ജോലി ചെയ്യാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവ് സുരേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെ ശനിയാഴ്ച സഭയിലെ 2 മഹാവിശുദ്ധന്മാരുടെ തിരുനാളായിരുന്നു. വിശുദ്ധ യാക്കോബിൻ്റെയും ഫിലിപ്പോസിൻ്റെയും. ഞാനിപ്പോൾ എന്തിനാണ് ഇങ്ങനെ പറയണമെന്നറിയാമോ? ഈ യാക്കോബ് സഭയിലെ സഭാത്മകമായ സാമൂഹ്യ പ്രതിബദ്ധതയുടെ അപ്പോസ്തലനാണ്. യാക്കോബാണ് പറയണത്. അതുപോലെ ഫിലിപ്പോസ് ഏത് കൊലക്കൊമ്പൻ്റെ മേലും ഒരു നിർഭയമായിട്ട് സുവിശേഷം പങ്കുവെക്കാൻ വേണ്ടി അഭിഷേകം പ്രാപിച്ച ഒരു പ്രേക്ഷിതനാണ് ഫിലിപ്പോസ്. ഈ 2 കക്ഷികളെ നമുക്ക് ബൈബിളിൽ നോക്കാം. യാക്കോബ് പറയണമെന്ന് നോക്കിയേ, നിങ്ങൾ വിശന്ന് വരുന്ന ആൾക്കാരോട് അവിടെ ഇരിക്കുക, തീ കായുക എന്നൊക്കെ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കണില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തെ അവനവൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് ഇരുട്ടത്തങ്ങനെ ക്രിസ്ത്യാനിറ്റി അങ്ങനെ വിശ്വാസം പരിപാലിച്ചു പോകാൻ പറ്റത്തില്ല എന്നുള്ള കർക്കശമായ നിലപാട്, സത്യസന്ധ നിലപാടെടുക്കുന്നത് ആദിമസഭയിൽ യാക്കോബാണ്. യാക്കോബ് 2:15 മുതലേ ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ, ചുമ്മാ മെയ്യിട്ട് കൊള്ളാത്ത കുറെ സാന്ത്വനവചനങ്ങൾ. അപ്പോൾ അതിൻ്റെ അപ്പോസ്തല കാലത്ത് തന്നെ ഇതുപോലെയുള്ള കാപഠ്യം ഉണ്ടായിരുന്നല്ലേ എൻ്റെ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയത്തിൽ ഇതിനെ ബ്രേക്ക് ചെയ്യണ യാക്കോബാണ്. കാര്യം യാക്കോബ് പറയും, വിശ്വാസം കൊണ്ട് മാത്രം കാര്യമില്ല, വിശ്വാസം പ്രവൃത്തികളാൽ സാത്വീകരിക്കപ്പെടണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യാക്കോബ് 2:17. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ സജീവ വിശ്വാസമുണ്ട്, നിർജീവ വിശ്വാസമുണ്ട്. അത് ആ വിശ്വാസത്തെ ഇങ്ങനെ കൊണ്ടുവന്ന യാക്കോബാണ്. നമുക്ക് ഒത്തിരി പേരുടെ വിശ്വാസം നിർജീവമാകുന്നതിൻ്റെ കാരണം പ്രവൃത്തികളില്ലാത്തതാണ്. ഉടമ്പടിയിൽ സജീവമായ സാക്ഷ്യം പറഞ്ഞാൽ എങ്ങനെയാണ്? പ്രവൃത്തികൾ മൂലം അതിനെ സജീവമാക്കിയിട്ടാണ്. പ്രവൃത്തികൾ മൂലം നിങ്ങളുടെ ഉടമ്പടിയും നിങ്ങളുടെ വിശ്വാസ ജീവിതം സജീവമാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പേര് അശ്വതി. ഞാൻ 2018 ഇവിടെ വരുന്നത്. അതിന് മുന്നേ ഞാൻ ഇതുവഴിയൊക്കെ കോളേജിലൊക്കെ പോകുന്നുണ്ടെങ്കിലും എനിക്ക് ഇവിടെ പള്ളിയാണെന്നോ ഇവിടെ എന്താണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. 1918 ആ ടൈമിൽ ഞാൻ ഇവിടെ വന്നത്.
അപ്പോൾ ഇങ്ങനെ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. അപ്പം ഞങ്ങൾ 23 വർഷമായിട്ട് വീടില്ലാതെ വാടകയ്ക്കായിരുന്നു താമസിച്ചിട്ടുണ്ടെങ്കിൽ. എൻ്റെ ചെറുപ്പകാലം തൊട്ട് ഈ അടുത്ത ഒരു 2019 വരെ ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ വീട് വാടകയ്ക്ക് താമസിച്ചിരുന്ന ആ സമയത്ത്, അതായത് കോളേജിൻ്റെ ആ ഒരു ടൈമിൽ എൻ്റെ പല്ലിൽ സൈഡിലായിട്ടൊരു മുഴ പോലെ വരികയും അതുകൊണ്ട് ഒരു 3 മാസത്തോളം ഞാൻ ഹോസ്പിറ്റൽ മൊത്തം കയറി ഇറങ്ങി. പക്ഷേ അത് എന്താണെന്ന് കണ്ടുപിടിക്കാനോ അതിനകത്ത് എന്താണെന്നോ ഒന്നും ഡോക്ടേഴ്സിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എല്ലായിടത്തും കയറി ഇറങ്ങിയപ്പം മെഡിക്കൽ കോളേജിലൊരു മെഡിക്കൽ കോളേജ് ചെന്നപ്പോഴത്തേക്കും അവരത് പഠിക്കുന്ന പോലെ പിള്ളേരൊക്കെ ഇങ്ങനെ അറക്കുന്ന രീതിയിലുള്ള ഒരു മുഴയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചേച്ചി നമ്മുടെ വീട്ടിൽ വരികയും ഇവിടുത്തെ ഒരു തൈലം തരികയും ചെയ്തു. അപ്പം എനിക്കറിയില്ല, അമ്മ ഇങ്ങനെ കൊണ്ട് തന്നു, നീ ഇതൊന്ന് തേച്ച് നോക്കുക. അവരിങ്ങനെ പറയുന്നു, അമ്മയ്ക്ക് പരിചയമുള്ളതാന്നു. അവരിങ്ങനെ പറയുന്നു, നീ ഒന്ന് തേച്ച് നോക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ ഇട്ടു. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ആ മുഴ കാണുന്നില്ല. ഞാൻ തന്നെ ഞെട്ടിപ്പോയി, ഇത് എവിടെ പോയി എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അവരിങ്ങനെ പള്ളിയിലെ കാര്യങ്ങൾ പറയുകയും ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ കുറച്ച് നിയോഗങ്ങളൊക്കെ എഴുതുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ കറക്റ്റായിട്ട് അച്ഛൻ്റെ ടോക്കോ ധ്യാനമോ ഒന്നും കൂടുന്നില്ലായിരുന്നു. നമ്മൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, അറിയത്തില്ല. അപ്പം ഇങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറേ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ. കോവിഡിന് മുന്നേ ആയിട്ടേ വീട്ടിൽ പ്രശ്നങ്ങൾ. ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി കോവിഡായിട്ട്. പിന്നെ വീടില്ല. സ്ഥാപനം ഒരു ചെറിയ സ്ഥാപനമായിരുന്നു. അത് നമുക്കങ്ങനെ വലിയ വരുമാനങ്ങളൊന്നും ഇല്ല, വീടില്ല, ഇതിൽ മൊത്തം ബിഗ് സീറോയിലായിപ്പോയി. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ചേച്ചിയോട് പറഞ്ഞു, നമുക്കെന്നെങ്കിൽ അച്ഛനെ പോയി ഒന്ന് കാണാം. പക്ഷെ അപ്പോഴും എൻ്റെ ഉടമ്പടി കറക്റ്റായിട്ട് എനിക്ക് പാലിച്ച് വരാനോ പ്രോപ്പറായിട്ട് ഞാൻ പുതുക്കാറോ ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെ അച്ഛനെ കാണും? അങ്ങനെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പേരിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, ഒരു 18 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ കണ്ടം പോലെയാണ് കിടക്കുന്നത്. അതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ ആധാരം ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ആധാരത്തിൽ നമ്മൾ വില്ലേജിൽ കാണിച്ചപ്പോൾ കുറേ പ്രശ്നങ്ങൾ, അതായത് തിരുത്തിക്കൊണ്ട് വരണം, അതിൽ കരമടയ്ക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയാണ് പുള്ളി പറഞ്ഞത് വില്ലേജിൽ നിന്ന്. അപ്പം ഞാനും ചേച്ചിയും കൂടെ ഇവിടെ വന്ന് ഫ്രണ്ടിൽ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത്, ഞങ്ങൾ 2 പെൺപിള്ളേരാണ്, ഞങ്ങൾക്ക് ഇനി ഇതല്ലാതെ ഞങ്ങൾക്ക് വേറൊരു നിവർത്തിയില്ല അമ്മേ, ഇതിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം, ഇത് തിരുത്തിക്കൊണ്ട് വരാനാണ് പറയുന്നത്, ഞങ്ങൾക്ക് ഇതിന് നിവർത്തിയില്ല, അമ്മ ഇതിൽ ഇടപെടണമെന്ന് പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെല്ലുന്നതിന് മുന്നേ ആയിട്ട് അച്ഛനെ കണ്ടപ്പോൾ പറഞ്ഞ്, അത് നമുക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന് എൻ്റെ അടുത്തൊരു വക്കീൽ പറഞ്ഞു. നീ അത് ചെയ്തോ, ആധാരത്തിലെ പ്രശ്നമല്ലേ, അത് അവരുടെ തെറ്റാണ്, നമ്മുടെ തെറ്റല്ലല്ലോ. ആധാരത്തിൽ അങ്ങനെ എന്തോ വിഷയം ഉണ്ടെങ്കിലും വില്ലേജിൽ എന്തോ കരമടച്ച കരത്തിൽ തമ്മിലാണ് പ്രശ്നം, നിങ്ങളത് ചെയ്തോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ധൈര്യത്തിൽ നമ്മൾ വില്ലേജിൽ ചെന്നപ്പോൾ അവരൊന്ന് നോക്കിയിട്ട് പറഞ്ഞത് നടക്കത്തില്ല, നിങ്ങൾ തിരുത്തിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വില്ലേജ് ഓഫീസർ അവിടെ നിന്ന് മാറിപ്പോയി, വേറൊരു വില്ലേജ് ഓഫീസർ വന്നു. അപ്പം ഞാൻ വീണ്ടും ചെന്നപ്പോൾ പുള്ളി അത് വന്ന് പോലും ഒന്നും നോക്കാതെ പുള്ളി നമുക്കത് സെറ്റ് ചെയ്ത് അതിൽ സൈൻ ചെയ്ത് പെർമിറ്റ് തന്നു. അങ്ങനെ നമ്മൾ വീട് പണി വെറും 5 ലക്ഷം രൂപയ്ക്ക് ഉണ്ടായിരുന്ന സ്വർണ്ണം എല്ലാം കൂടെ പണയം വെച്ചാണ് നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ വീട് പണി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഒരു 8 മാസം കൊണ്ട് എവിടുന്നൊക്കെയോ പൈസ വന്ന് നമ്മളൊരു 35-36 ലക്ഷം രൂപയുടെ വീട്, അത് നമുക്ക് സ്വപ്നം പോലും കാണാത്തൊരു ഭവനമാണ് അമ്മ തന്നത്. അതിനെനിക്ക് അമ്മയോട് ഒരു 1000 നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീട് വെച്ചു. അപ്പം നമ്മുടെ കയ്യിൽ ഫുൾ പൈസയും കടമൊക്കെ കുറച്ചുണ്ട്. പിന്നെ നമ്മുടെ സ്വർണ്ണമൊക്കെ എങ്ങനെയോ വെച്ചിട്ടാണ്, നമ്മൾ എങ്ങനെയാണ് വെച്ചതെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല. അത് അമ്മയുടെ ഒരു ഇടപെടലാണ് നമ്മുടെ ഭവനം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഒരു ചെറിയ സ്ഥാപനം നമുക്ക് പാതിരപ്പള്ളിയിൽ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുള്ളിലേക്കാണ്, ചെറിയൊരു സ്ഥാപനമാണ്. അപ്പോൾ ചേച്ചിയായിരുന്നു അത് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി പറഞ്ഞു, ഇതിനി എന്ത് ചെയ്യും, ഇതിനകത്ത് നമുക്ക് ഒരുപാട് പൈസയൊന്നും നമുക്ക് കിട്ടുന്നില്ല, ഇനി മുന്നോട്ട് പോയാൽ ഇതിൻ്റെ ലൈസൻസും പുതുക്കാൻ പറ്റത്തില്ല, കാരണം ചെറിയ സ്ഥാപനങ്ങളെല്ലാം അടയ്ക്കണമെന്നാണ്. ഇപ്പം മെഡിക്കലിൽ കുറേ പ്രോബ്ലം ഉണ്ട്, ചെറിയ ലാഭമൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞ് ഇനി അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുക. അപ്പം ഞാൻ പറഞ്ഞു, ഞാനെന്തായാലും ആ സമയത്ത് ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി ഇവിടെ വന്ന് അച്ഛൻ്റെ ടോക്കൊക്കെ കാണുകയും ധ്യാനം കൃത്യമായിട്ട് കൂടുകയൊക്കെ ചെയ്ത്. അപ്പം ഞാൻ പറഞ്ഞു, താൻ എൻ്റെ കൂടെ വാ. ഞാൻ പറഞ്ഞ് ഈ കൊച്ചു ലോണിനെ അന്വേഷിക്കാനായിട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞ്, എന്നാൽ നീ എൻ്റെ കൂടെ പള്ളി വരാൻ വരും, ഉടമ്പടിയൊന്നും എടുക്കത്തില്ല, അങ്ങനെ വലിയ വിശ്വാസമുള്ള ഒരു ആളല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ലോൺ റിജക്ഷനായിപ്പോയി. അപ്പോൾ റിജക്ഷനായിപ്പോയപ്പോൾ ഞാൻ പറഞ്ഞ്, നീ അതിങ്ങി ഞാൻ അച്ഛനെ പോയി കാണാം, പക്ഷേ നീ ഉടമ്പടിയിലല്ലാത്ത കൊണ്ട് ചിലപ്പോൾ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എന്നാലും അമ്മ അനുവദിക്കുവാണെങ്കിൽ ആര് നമ്മളെ മാറ്റി നിർത്തിയാലും അമ്മ നമ്മളെ അവിടെ എത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ റിജക്ഷനായ പേപ്പർ നമ്മൾ സ്ഥാപനത്തിന് ലോണിനായിട്ട് ചെന്നപ്പോഴത്തേക്കും
പുള്ളി പറഞ്ഞ് ഇത് ഇത്രയും ഇരിക്കുന്ന കണ്ടില്ലേ, ഇത് ഇത്രയും റിജക്ഷൻ ആയതാ, ഇത് ഇത് പോയിട്ടുണ്ടെങ്കിൽ ഒരു സ്കോർ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല, കാരണം ഇത്രയും പേപ്പർ ഇവിടെ റിജക്ഷൻ ആയിട്ടിരിക്കുക, പിന്നെ നിങ്ങൾക്ക് ഇത് എങ്ങനെ കിട്ടുമെന്ന് മാനേജറുകളോട് ചോദിച്ചു. സിബിൽ സ്കോർ തനിക്ക് കുറവാണ്. സിബിൽ സ്കോർ എന്ന് പറഞ്ഞാൽ അത് ഈടില്ലാത്തൊരു ലോണാണ്, അതായത് വുമൺസിന് വേണ്ടിയിട്ടുള്ള ഒരു ലോണായിരുന്നു. അപ്പോൾ നമ്മൾ 12 ലക്ഷം രൂപയാണ് അത് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചത്, മെഷീനറി മേടിക്കാനായിട്ട് ലാബിനായിട്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് അത് ഇല്ല, ട്രാൻസാക്ഷൻ്റെ പ്രശ്നം കാരണം അവർ കൊടുക്കില്ല, അത് സിസ്റ്റം മൂവ് ആവുന്നില്ലെന്നാണ് പറഞ്ഞു. അപ്പോഴേക്കും നമ്മൾ ലോണിനായിട്ട് കുറേ കടം മേടിച്ച് അത് അത്രയും പേപ്പേഴ്സ് എത്തിച്ചിരിക്കുക. അവിടെ ബഹളമായി, ആളും മാനേജറുമായിട്ട് ഇടിയായി. അപ്പോൾ പുള്ളി തരുന്നില്ല എന്നുള്ള രീതിയിലായി. പിന്നെ ഞങ്ങൾ ഒത്തിരി പറഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞ് ആ റിജക്ഷനായ പേപ്പറിൻ്റെ ഒരു കോപ്പി തന്നിട്ട് ഇങ്ങനെ തലയാട്ടി കാണിച്ച്, എന്തായാലും ഇത് കിട്ടാൻ പോകുന്നില്ല, ഞാനിവിടെ ഉണ്ടെങ്കിൽ എനിക്കറിയാമല്ലോ, ഞാൻ ഇത്രയും പേപ്പർ ഇവിടെ ഇരിക്കുവാണ്, ഇത് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ വന്ന് ആ പേപ്പറുമായിട്ട് അച്ഛനെ കാണാനായിട്ട് നിന്ന്. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ പേപ്പറും എൻ്റെ ഉടമ്പടിയുമാണ്, അങ്ങനെ കാണാൻ പറ്റില്ല എന്നൊന്നും വെച്ചാൽ ആ സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ അവിടെ നിന്ന് കൊന്ത ചൊല്ലി രണ്ടാമത്തെ രഹസ്യമായപ്പോഴത്തേക്കും എന്നെ കയറ്റി വിട്ടു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ലാസ്റ്റ് ഇവിടെ ഒന്ന് നിൽക്കുവാണ്. അപ്പോൾ ചേച്ചീനെ വിളിച്ചുകൊണ്ട് വാ, നീ അച്ഛനെ ഒന്ന് കാണാമല്ലോ, എൻ്റെ കാര്യങ്ങളെല്ലാം നിൻ്റെ അവസ്ഥകളെല്ലാം പറയാമെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞു. ഞാൻ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഓടിപ്പോയി. എൻ്റെ വീട് അടുത്താണ്, 4 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ ചേച്ചി വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ നിന്ന്. എന്നിട്ട് ലാസ്റ്റ് അച്ഛൻ, അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് എല്ലാവരെയും കണ്ട് കഴിഞ്ഞു. ഞങ്ങൾ അവിടെ വരെ എത്തിയുള്ളൂ. ഓടി വന്ന് ഞങ്ങൾ ഇവിടെ നിന്നു. അപ്പം എന്നെ മാത്രമേ കയറ്റി വിടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി പുറത്തിൽ നിന്നു. എന്നിട്ട് ഞാനിങ്ങനെ അച്ഛൻ്റെ അതിൽ ആ പേപ്പർ കൊടുത്തു. അച്ഛൻ അത് വെച്ച് പ്രാർത്ഥിച്ചു തിരിച്ചു വന്നു. എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛൻ എന്നോടൊന്നും ഇങ്ങോട്ട് പറയുന്നുമില്ല. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം അച്ഛൻ ലാസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞ്, ഇങ്ങനെ ആ കാര്യം കേട്ടിട്ട് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ഈ കാശ് രൂപ അവൾക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി, എൻ്റെ ലോൺ പാസ്സായി എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചിക്ക് അത് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. ബാക്കി ചേച്ചി പറഞ്ഞു. എനിക്കാണെങ്കിൽ ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അത് ഉറപ്പാണ് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു അത് വെറുതെയാ, അങ്ങനെയൊന്നും കിട്ടത്തില്ല, പുള്ളി എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ കിട്ടില്ല എന്ന്. പക്ഷേ ഞങ്ങളിത് 1 മാസം വെയിറ്റ് ചെയ്തു. 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്ത് തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എൻ്റെ ഫോണിൽ ചെക്ക് ചെയ്തോളാം, എനിക്കറിയാമെന്ന് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞ് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുന്നതാണെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പം എനിക്ക് എത്രയാണോ സ്കോർ വേണ്ടത്, 567 വേണ്ടത്, ആ 567 തന്നെ തന്ന് എനിക്ക് സിബിൽ സ്കോർ കൂട്ടി തന്നു 1 മാസമായപ്പം. അപ്പോഴും ഞാൻ ഇവളോട് പറഞ്ഞു, ഇത് തനിയെ വന്നിട്ടുള്ളതായിരിക്കും, ഇത് അങ്ങനെയൊന്നും കൂടി വരത്തില്ല, ഇത് തനിയെ വന്നതാ, അല്ലാതെ അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നും അല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഇനി ഈസി ആയിട്ട് കിട്ടും എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ഇവൾ ഭയങ്കര പ്രാർത്ഥനയാണ്. ഞാൻ പറയും, നിനക്ക് വേറൊരു പണിയില്ലേ, 24 മണിക്കൂറും നീ സാക്ഷ്യം കേൾക്കലും അച്ഛൻ്റെ ധ്യാനം കൂടലുവാ, ഇത് നിർത്തി വെക്കാവോ എന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴെനിക്കിതൊരു വിശ്വാസമില്ല ഇവളിലൂടെ ഇവിടെ വരുമെങ്കിലും. ഇവളെൻ്റെ അടുത്ത് പറഞ്ഞു, നീ സ്കോർ കൂടുമ്പോൾ തന്നെ നീ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, 3 മാസത്തേക്കല്ലേ ഞാൻ എടുക്കാം, 3 മാസം കഴിയുമ്പം വേണ്ടെങ്കിൽ നിർത്താമല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ച് ഞാൻ പോയി. ബാങ്കിൽ ചെന്നപ്പം അതിലും വലിയൊരു ടാസ്ക് ആയിരുന്നു. ഈ 2 ചെറിയ പിള്ളേർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഈ 18 ലക്ഷം രൂപയുടെ ലോൺ ഞങ്ങൾക്ക് കിട്ടും. 18 വെച്ചാൽ ബാക്കി നമ്മൾ 12 നമുക്ക് കിട്ടുള്ളൂ, മിഷ്യൻ്റെ പൈസ ബാക്കി നമ്മൾ അടയ്ക്കണം. അപ്പം ഇതെങ്ങനെ തരും, നിങ്ങൾക്ക് എങ്ങനെ തരും, ഈ 2 ചെറിയ പിള്ളേരല്ലേ, നിങ്ങൾ എങ്ങനെ തിരിച്ചടയ്ക്കും, ഒന്നാമത് ഇത് ഈടില്ലാത്ത ലോണാണ്, അപ്പോൾ അത് തരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞങ്ങൾ അന്ന് വിഷമിച്ച് പോകുന്നു. ഇവിടെ വന്നിരുന്ന് സംസാരിച്ച് മാതാവിൻ്റെ അടുത്ത്, ഞങ്ങൾക്ക് സ്കോർ കൂട്ടി തന്ന നീയാണെങ്കിൽ ഞങ്ങൾക്കിത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിത്തരണമെന്ന് പറഞ്ഞ്. രണ്ടാമത് ഞങ്ങൾ ചെന്നു, വീണ്ടും അവരങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷെ അന്ന് ഞങ്ങൾ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. മൂന്നാമത് മാനേജറുമായിട്ട് സംസാരിക്കാൻ അവരെന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ 2 പേരും മാനേജറും. അപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ പേടി ആയിട്ട് മിഷ്യൻ്റെ സർവീസ് ചെയ്യുന്ന ആളെ കൂടെ ഞങ്ങൾ കൊണ്ടുപോയി ഒരു ധൈര്യത്തിലും. പക്ഷേ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ തന്നെയാണ് അവരെ കൺവിൻസ് ചെയ്യിച്ചത്. ഒരിക്കലും എനിക്ക് അങ്ങനെ പറയാനുള്ളൊരു ധൈര്യം പോലും ഇല്ല. പക്ഷേ ഞാൻ അവരെ കൺവിൻസ് ചെയ്യിച്ച് അവരന്ന് തന്നെ എനിക്ക് ലോണിനുള്ള സാങ്ഷനുള്ള പേപ്പർ തന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നു. ലോൺ പാസ്സായി, പണിയെല്ലാം തുടങ്ങി, ലാബിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. പക്ഷേ ഞാൻ ഇവളടുത്ത് പറഞ്ഞായിരുന്നല്ലോ ഇവിടെ വന്ന് ഉടമ്പടി പാലിച്ചോളാന്ന്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സുഖമായി പോയി കിടന്നുറങ്ങി. അങ്ങനെ 3 മാസത്തെ പത്രം ഞങ്ങളുടെ കയ്യിൽ ഇരുന്ന് കൂടാൻ തുടങ്ങി. അപ്പോൾ ലാബിൽ സ്റ്റാഫൊക്കെ ഉണ്ട്, 3 പേര് സ്റ്റാഫുണ്ട്. പക്ഷേ അവിടെ ഓരോ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. സ്റ്റാഫ് പോയി, ഞാൻ വീണ്ടും ലാബിൽ കയറി. രാവിലെ 6:30 കയറുന്ന ഞങ്ങൾ 9 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇവൾ എന്നെ അവിടെ ഇരുത്തിയിട്ട് അപ്പം നോക്കിയപ്പോൾ ഇത്രയും പത്രം കൂടിയിരിക്കുക. അപ്പോൾ അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് എങ്ങും പോകാൻ പറ്റുന്നില്ല.
അങ്ങനെ എന്നെ അവിടെ അമ്മ ലോക്ക് ചെയ്തു. വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന ഞാൻ അവിടെ ലോക്കായി. അപ്പോൾ ഇവള് നോക്കിയപ്പോഴത്തേക്ക് പത്രം ഇത്ര ഇരിക്കുക. അപ്പം ഇവൾക്ക് മനസ്സിലായി കറക്റ്റായിട്ട് പ്രേക്ഷിത വേല ചെയ്യുന്നില്ല എന്ന്. ഞങ്ങൾക്ക് അത്രയും വലിയൊരു സ്കോർ തന്ന് ഇത്രയും വലിയൊരു സ്ഥാപനം തന്നതാണ്, പക്ഷെ നമ്മളത് പാലിക്കുന്നില്ല എന്ന് മനസ്സിലായി. അപ്പം തന്നെ ഇവൾ പത്രമായിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ DMO ഓഫീസിൽ നിന്ന് വന്നു, നിങ്ങൾ ലൈസൻസ് എടുത്തിട്ടില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ സ്റ്റോപ്പ് മെമ്മോ തന്ന് ഞങ്ങൾ ലാബ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇത്രയും ലക്ഷം രൂപ ഞങ്ങളുടെ പേരിൽ കടവാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി വിഷമമായി. ഞങ്ങളിവിടെ രാത്രി 8 മണി വരെ വന്നിരിക്കും. അമ്മ ഞങ്ങളെല്ലാവരും പുച്ഛിക്കുവാണ്, ഇങ്ങനെ പറയുന്നു, അമ്മയാണ് ആ സ്ഥാപനം തന്നത്, ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി, ഇനി അത് ഉണ്ടാവത്തില്ല, ഞങ്ങൾക്ക് ആ സ്ഥാപനം തിരിച്ചു തരണമെന്ന് പറഞ്ഞ് അങ്ങനെ 8 മണിക്ക് ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും ഞങ്ങൾക്ക് അമ്മ ഭയങ്കരമായി സുഗന്ധാഭിഷേകം തരുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന്. ഞങ്ങൾ ആ 3 മാസം അടച്ചിട്ട 3 മാസം കമ്പൽസറി ആയിട്ട് പ്രേക്ഷിത വേലയ്ക്ക് വീണ്ടും ഇറങ്ങാൻ തുടങ്ങി. ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഞങ്ങൾ പറഞ്ഞ് ആയിരുന്നു ആദ്യമേ സ്കോർ ഞങ്ങൾ വാങ്ങിച്ചത്. അതേപോലെ തന്നെ രണ്ടാമതും ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഇറങ്ങി ഫസ്റ്റ് പേപ്പറിന് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ 3 മാസം സമയം എടുക്കും ഒരു പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് അവർ ഞങ്ങളോട് പറഞ്ഞ്. അപ്പോൾ ഓൺലൈനിലാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അതിൽ കാണിച്ചു 3 മാസം എടുക്കുന്നു. അപ്പോൾ 3 മാസമൊക്കെ അടച്ചിടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ലോൺ എങ്ങനെ അടയ്ക്കും ഇത് അടച്ചിട്ട് കഴിഞ്ഞാൽ? അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഇവിടുന്ന് പത്രമായി നേരെ തിരുവനന്തപുരം പോയി. അവിടെ പ്രേക്ഷിത വേലയും ചെയ്ത് പുള്ളിക്കാരിയെ നേരിട്ട് കണ്ടു. അങ്ങനെ അവർ ഞങ്ങളോട് പറഞ്ഞ്, ആദ്യം ചെന്ന് കണ്ടപ്പോൾ തന്നെ അവർ ഞങ്ങളോട് പറഞ്ഞ്, നടക്കില്ല, നിങ്ങൾ പൊക്കോ, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല, എനിക്ക് മാനേജറാണെങ്കിൽ ഇവിടെ ഇല്ല, പത്തനംതിട്ടയിൽ പോയിരിക്കുവാണെന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങൾ വിഷമിച്ച് അവിടെയൊക്കെ ഉപ്പും തൈലം വരച്ച് കുരിശ് വരച്ച് ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ച് അകത്ത് പോയി അവർ തിരിച്ച് വന്നിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞ്, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാനിത് ചെയ്തു തരാം, ഒരു പത്രം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞ് എനിക്ക് കൂടെ വേണ്ടി പ്രാർത്ഥിച്ചേക്കണം, ഇനി നിങ്ങളിവിടെ വരുമ്പോൾ ഞാനിവിടെ കാണത്തില്ല, ഇത് നിങ്ങൾ കൃത്യമായി അടച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കോണം എന്ന് പറഞ്ഞ് അന്ന് തൊട്ട് 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ആ പേപ്പർ കിട്ടി. 3 മാസം താമസമുണ്ടെന്ന് പറഞ്ഞ പേപ്പറാണ്. അങ്ങനെ ഓരോ പേപ്പറും ഞങ്ങൾ എടുക്കാൻ ചെല്ലുമ്പോഴും ഇത്ര താമസം ഉണ്ടെന്ന് പറയുന്നിടത്തൊക്കെ ഞങ്ങൾ കുരിശ് വരച്ച് ഉപ്പിട്ട് പ്രാർത്ഥിക്കും. ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ട് ഡയറക്റ്റ് ഞങ്ങൾ ചെന്ന് ഉപ്പിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ 3 ആഴ്ച 4 ആഴ്ച എന്നൊക്കെ പറയുന്ന പേപ്പറുകൾ ഞങ്ങൾക്ക് 2 ദിവസം 3 ദിവസം കൊണ്ട് കിട്ടി. അങ്ങനെ എല്ലാമായിട്ട് DMO ഓഫീസിൽ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു. അവർക്ക് ഞങ്ങൾ ലൈസൻസ് എടുക്കാതെ തുറന്നതിനുള്ള ദേഷ്യത്തിൽ അവർ ഞങ്ങൾക്ക് പേപ്പർ തരത്തില്ല എന്നായി. ഞങ്ങളത് വിഷമിച്ച് ഇവിടെ വന്നിരുന്ന് കരഞ്ഞു. ഇനിയും നീണ്ടുപോയാൽ നമുക്ക് വിഷമമാണ്, അമ്മ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അത് തുറന്നു തരണമെന്ന് പറഞ്ഞ്. അപ്പോൾ പുറത്തെ എല്ലാ പാർട്ടിക്കാരെയും ഞങ്ങൾ പോയി കാണും, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അത് തുറക്കാൻ വേണ്ടി. അവർ പേപ്പർ പിടിച്ചു വെച്ചിരിക്കുമോ, തരുന്നില്ല. അപ്പം ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങിച്ച് അച്ഛൻ പൊയ്ക്കോളാൻ പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്ന് കണ്ടപ്പോൾ ഇവിടുന്ന് ഒരാൾ, പുറത്ത് ഒത്തിരി പാർട്ടിക്കാരെ പോയി കണ്ടിട്ടും ആര് വിളിച്ച് പറഞ്ഞിട്ടും DMOയുടെ നമ്പർ അവരുടെ കയ്യിലിരിക്കും, അവർ അത് തരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് ഒരു ഫോൺ കോളിൽ അവിടേക്ക് പോയി 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ ലൈസൻസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ലാബ് തുറന്നു. അപ്പോൾ അടച്ചിട്ടിട്ട് തുറക്കുമ്പോൾ എല്ലാവരും പറയും നിങ്ങൾ അടച്ച് പോയി, നിർത്തിപ്പോയി എന്നൊക്കെ പറയും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞങ്ങൾ രാവിലെ 5:45 ഞങ്ങളുടെ സ്ഥാപനത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്നപ്പോൾ 5:45 ഒരാൾ വെളിയിൽ നിൽക്കുക. അയാൾ ചോദിച്ചു, എന്തായി നിങ്ങളുടെ പേപ്പർ കിട്ടിയോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞില്ല, ഇപ്പം കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് നിർത്തിപ്പോയി. അപ്പോൾ പുള്ളി ഞങ്ങളോട് പറയുക, ഇല്ല അവർ പോയിട്ടില്ല, അവർ കൃപാസനത്തിലുണ്ട്, അവർ തിരിച്ചു വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അത് അമ്മ തന്നെ വിട്ടതാണ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരു ആൾ അവിടെ വന്ന് 5:45 പറയേണ്ട ഒരു ആവശ്യവും ഇല്ല. അപ്പോൾ ആ സമയത്തൊന്നും അവിടെ ആരുമില്ല. പുള്ളി ഞങ്ങൾക്ക് വേണ്ടി അവിടെ വന്നിരുന്ന് സംസാരിച്ച പോലെ തോന്നി. അങ്ങനെ ഞങ്ങൾ സ്ഥാപനം തിരിച്ച് തുറന്നു. പഴയതിലും നന്നായി ഞങ്ങൾക്ക് ആ സ്ഥാപനം ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരും വരാൻ മടിക്കും അടച്ചിട്ടിട്ട് തുറന്നത് കാരണം. പക്ഷേ അമ്മ ഉള്ളിടത്തോളം പേടിക്കാതെ ഞങ്ങൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ വരുമാനത്തിലാണ് ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം പോകുന്നത്. അപ്പോൾ എല്ലാവരും പറയും, എല്ലാവരും പറഞ്ഞ് നിൻ്റെ ചേച്ചിയുടെ അല്ലേ ഈ സ്ഥാപനം, നിൻ്റെ അല്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായി. ഞങ്ങൾ 2 പേരും കൂടിയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അങ്ങനെ പറയുമ്പം കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. പക്ഷേ അത് പറഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥാപനം ഇടാനായിട്ട് ഒരുങ്ങി. ഒരു ബാധ്യതയും ഇല്ലാതെ ഞങ്ങൾ 2ാമത്തെ സ്ഥാപനം അവളുടെ പേര് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ സ്ഥാപനമുണ്ട്, 2ഉം നന്നായി പോകുന്നു. അങ്ങനെ ഞങ്ങൾ സ്ഥാപനം അങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ വെച്ചിരുന്നത് വീടിൻ്റെ കാര്യമായിരുന്നു. വീടിൻ്റെ കാര്യത്തിൽ ഇതേപോലെ 35 ലക്ഷം രൂപ മുടക്കിയാണ് ഞങ്ങളത് വെച്ചത്. അപ്പോൾ എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പറയും, തൊട്ടപ്പുറത്ത് ഒരാളുണ്ട്, അവർ ആരെയും അവിടെ കിടത്തി ഓർക്കത്തില്ല. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. ഇവർ ഇറങ്ങുമ്പോൾ വന്ന് തലയിൽ കൈവച്ചിട്ട് പ്രാകും, നിങ്ങളിവിടെ കിടത്തത്തില്ല അങ്ങനെയൊക്കെ പറയും. അപ്പോൾ പോകുന്ന വഴി വണ്ടി ഇടിച്ച് ചാകും എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായി. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് അമ്മയുടെ ഉപ്പും
ലോക്കറ്റും കൊണ്ട് ഞങ്ങളുടെ വീടിന് 4 ചുറ്റിനും ഇട്ട്. പിന്നെ ഇന്ന് വരെ അവർ ഇതുവരെ ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. കാരണം വീട് വെച്ച് ചെല്ലുമ്പോഴൊക്കെ അവർ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചീത്ത പറയും, ബഹളം വയ്ക്കുകയും ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാനേ ഞങ്ങൾക്ക് നേരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് വരെ ഈ ഉപ്പും ഞങ്ങൾ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഉപ്പും ലോക്കറ്റും ഇട്ടതിന് ശേഷം ഇന്ന് വരെ ഞങ്ങൾക്ക് അവരുടെ ഇന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ തന്ന അമ്മയ്ക്കും തിരുകുമാരനും നന്ദി. പിന്നെ എൻ്റെ കുഞ്ഞിന് ചെവിയിൽ അലർജിയുടെ ഒരു അസുഖം ഉണ്ടായിരുന്നു, ചെവി പഴുക്കുമായിരുന്നു. അങ്ങനെ എല്ലാ ആഴ്ചയിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിരുന്നു ഞങ്ങൾക്ക് എപ്പോഴും ഇത്. അപ്പോൾ അവന് ഞങ്ങൾ തൈലം കുരിശ് വരച്ചതിന് ശേഷം പിന്നെ ഇന്ന് വരെ അത് വന്നിട്ടില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. പ്രേക്ഷിത വേലയായിട്ട് നമ്മൾ ചെയ്യുന്നത് പത്രപ്രേക്ഷിത വേല കൃത്യമായിട്ട് വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ഹോസ്പിറ്റലിൽ എല്ലാ ആഴ്ചയിലും നമ്മൾ ഹോസ്പിറ്റലിൽ വണ്ടാനം ഹോസ്പിറ്റലിൽ പോകും. പിന്നെ വഴിയരികിൽ ഒരു അപ്പച്ചനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ഒക്കെ കൊടുക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ബ്ലഡ് കൊടുക്കുക, അങ്ങനെ കുറേ പ്രേക്ഷിത വേല നമുക്ക് ചെയ്യാൻ പറ്റി. അതൊക്കെ നമ്മൾ ഉടമ്പടിയിൽ വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഉടമ്പടിയിൽ വരുന്നതിന് മുന്നേ ഞാൻ ചീത്ത പറയും, ഭയങ്കര ദേഷ്യമാണ്. ആർക്കും അങ്ങനെ മിണ്ടാനോ ഒന്നും സംസാരിക്കാനോ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്വഭാവ രീതിയായിരുന്നു എൻ്റേത്. അതൊരു ചിട്ടയായി മാറി ഒരു സൗമ്യമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്കും അങ്ങനെ ചിട്ടയായിട്ടൊരു ജീവിത രീതി അമ്മ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അമ്മയോട് പറയുന്നു. ഹെബ്രായർ 7:25 തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ ക്രിസ്തുവിന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ ക്രിസ്തു അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പ്രീണയും അശ്വതിയും കുറച്ച് നാളായി ഈ ആലയത്തിൽ ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്ന വ്യക്തികളാണ്. മിക്കവാറും വൈകുന്നേരമുള്ള ദിവ്യബലി സമയത്ത് രണ്ടുപേരും കൂടി പാഞ്ഞോടി വരുന്നതും ഈ ആൾത്താരുടെ ഫ്രണ്ടിൽ നിന്ന് കുർബാന കൂടുന്നതും കാണുന്നുണ്ടായിരുന്നു. ചില സമയത്ത് രണ്ടുപേരും എന്തൊക്കെയോ മാതാവിനോട് സംസാരിക്കുന്നത് കാണാം, ചിലപ്പോൾ രണ്ടും കൂടി നിന്ന് നിലവിളിക്കുന്നത് കാണാം. ഇങ്ങനെ മാതാവിൻ്റെ അരികിൽ വന്ന രണ്ടുപേര് എന്തൊക്കെയോ ഇങ്ങനെ കുർബാന തുടങ്ങുമ്പോൾ വന്ന് ആ തീരുന്ന സമയം വരെയും നിരന്തരം നിന്ന് വർത്തമാനം പറയുന്നത്, പുലമ്പുന്നത്, കണ്ണീരൊടുക്കുന്നത്, കൈനീട്ടി ചോദിക്കുന്നത് ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇവരാരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ കുർബാനയുടെ ഇടയ്ക്ക് ഞാനിത് എൻ്റെ കണ്ണിൽപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. മക്കൾ ഈ അൾത്താരയിൽ ഈ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ എത്ര കണ്ട് ഈ മക്കളെ അമ്മ മാതാവ് ഏറ്റവും ക്ലേശകരമായ കാലത്ത് കൈപിടിച്ച് നടത്തി. അസാധ്യമെന്ന് കരുതിയ ജീവിത വിഷയങ്ങളെ എത്ര എളുപ്പത്തിൽ സുസാധ്യമാക്കി നൽകി. സമയച്ചുരുക്കത്തിൽ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അനുഗ്രഹിച്ചു. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ പദ്ധതികളെ എങ്ങനെ അമ്മ മാതാവ് ഈ കുടുംബത്തിന് അനുഗ്രഹമാക്കി നൽകിയെന്നൊക്കെ അവരുടെ വാക്കുകളിൽ അവർ വ്യക്തമാക്കുകയായിരുന്നു. അക്രൈസ്തവ മക്കളാണ്, ഏറെ സങ്കടവും ക്ലേശവുമുള്ള മക്കൾ. മുത്തയാളുടെ ജീവിത പങ്കാളി കോവിഡ് കാലത്ത് മരണപ്പെട്ടു പോയതുമാണ്. ദൈന്യതകൾ ഏറെയുണ്ട്. കണ്ണീരോടുകൂടി ജീവിതം നയിക്കുവാൻ ഏറെ കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ ആദ്യത്തെ പ്രീണ എന്ന മകളാണ് ആദ്യമായിട്ട് അമ്മയുടെ അരികിലെത്തുന്നത്. അവൾ പറഞ്ഞു, അശ്വതി എന്ന മകളാണ് ആദ്യമായിട്ട് അമ്മയുടെ അരികിലെത്തുന്നത്. അവൾ എപ്പോഴും ഇതിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. കൃപാസനത്തിൽ നിന്നും ഒരു 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പാതിരാപ്പള്ളി എന്ന് പറയുന്ന ആലപ്പുഴയിലെ സ്ഥലത്തിന്. അതുകൊണ്ട് കൃപാസനം എന്താണെന്ന് ഇങ്ങനെ കാര്യങ്ങൾ അറിയില്ലെങ്കിലും ഒത്തിരി ആൾ വരുന്നു, പ്രാർത്ഥിക്കുന്നു, എന്തൊക്കെയോ നടക്കുന്നു. ഇത് അശ്വതിക്ക് മനസ്സിലായപ്പോഴാണ് അശ്വതി ഇവിടെ വന്ന് കാര്യങ്ങൾ എന്താണെന്ന് തിരക്കിക്കൊണ്ട് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് പ്രീണ കൃത്യമായി പറഞ്ഞു. ഏത് സമയവും അച്ഛൻ്റെ ധ്യാനം കേൾക്കൽ, എപ്പോഴും ഉടമ്പടി ആരാധന കൂടൽ, സാക്ഷ്യങ്ങൾ കേൾക്കൽ, ഉടമ്പടിയെക്കുറിച്ച് പറയൽ, ഈ പ്രാർത്ഥന ചൊല്ലൽ, അങ്ങനെയാണ് അശ്വതി ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് പ്രീണയ്ക്ക് വലിയ വിശ്വാസം അതിനകത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ചെറിയ ചെറിയ കലഹങ്ങൾ ഉണ്ടാകാറുമുണ്ടായിരുന്നു. എന്നാൽ എത്ര സുന്ദരമായി വിശ്വാസമില്ലാത്ത വ്യക്തിയെ വിശ്വാസത്തിലേക്ക്, വിശ്വാസത്തിൽ ചഞ്ചലപ്പെടാതെ നിന്ന വ്യക്തിയെ ജീവിതത്തിൽ ഏതൊക്കെ നിയോഗങ്ങൾ എഴുതി സമർപ്പിച്ചുവോ അത് ഓരോന്നും വലിയ പ്രതിസന്ധികളിലും അനുഗ്രഹമാക്കി കൊടുക്കുന്നത് അമ്മ മാതാവ് ഈ സാക്ഷ്യത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. മക്കൾ പറയുന്നുണ്ട്, വീടിന് വേണ്ടിയുള്ളൊരു പരിശ്രമം നടത്തി, ആധാരത്തിൽ മുഴുവനും കുഴപ്പമായിരുന്നു, ഒടുവിൽ ഒരു തരത്തിലും നടക്കില്ല എന്ന് എല്ലാവരും പറയുമ്പോൾ അമ്മ മാതാവിൻ്റെ അരികിൽ ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആരാണോ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർ അദ്ദേഹത്തെ ആ ചെയറിൽ നിന്ന് മാറ്റി പുതിയൊരാളെ കൊണ്ടുവന്ന് ആ ആധാരത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുത്ത് അവിടെ 5 ലക്ഷത്തിൽ തുടങ്ങിയ വീടിൻ്റെ നിർമ്മാണം 35
ലക്ഷം രൂപ ചെലവഴിച്ച് ഭാരപ്പെടാതെ അത് പൂർത്തീകരിച്ചെടുക്കുവാൻ അമ്മ മാതാവ് സഹായിച്ചുവെന്ന. രണ്ടാമത്തത്, അവരൊരു സ്വയം തൊഴിലായി ലാബ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഗവൺമെൻറ് ലോണിന് വേണ്ടി പോയ വിഷയമാണ്. ലോണിന് ആപ്ലിക്കേഷൻ നൽകുമ്പോൾ അത് റിജക്ഷനായി പോകുന്നു. തിരക്കുമ്പോൾ അത് സിബിൽ സ്കോർ കുറവാണ്. അതുകൊണ്ട് ഇത് നടക്കില്ലെന്ന് ബാങ്കുകാർ കാര്യങ്ങൾ മടക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് അശ്വതി പ്രീണയോട് പറയുന്നത്, നീ എൻ്റെ കൂടെ വന്ന് അമ്മയുടെ അരികിൽ പ്രാർത്ഥിക്കുമെങ്കിൽ അമ്മ മാതാവ് ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കും. ഇവിടെ വന്ന് രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ അരികിൽ ഈ വിഷയം കൊടുക്കുന്നു. തിരികെ പോയി ഒരു മാസം കഴിയുമ്പോൾ യാതൊരു പണവും ബാങ്കിൽ അടയ്ക്കാതെ, യാതൊരു പരിശ്രമവും അതിനുവേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ സിബിൽ സ്കോർ എത്രയാണോ വേണമെന്ന് ബാങ്ക് പറഞ്ഞത് അത്രയും സിബിൽ സ്കോർ ഉയർന്നു വന്ന് അവർക്ക് ലോണിന് ആപ്ലിക്കേഷൻ അനുവദിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ശരിയാകുന്നുവെന്ന്. അങ്ങനെയാണ് പ്രീണ വന്ന് ഉടമ്പടി എടുക്കുന്നത്. മക്കൾ പറയുന്നുണ്ട്, പിന്നെ ഉടമ്പടി ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ബാങ്കുകാർ ഈ ലോൺ അനുവദിക്കുവാൻ തടസ്സം നിൽക്കുന്നു. കാരണം രണ്ടുപേരും ചെറുപ്പമാണ്. ഇത് ആസ്തിയില്ലാത്ത, ഒന്നും കെട്ടിവെക്കാതെ ലോൺ കൊടുക്കുന്നതാണ്. ഇവരെങ്ങനെ തിരിച്ചടക്കുമെന്ന പ്രശ്നമായി. ഈ റിജക്ഷനായ പേപ്പറുകളാണ് ഇവർ ചെന്ന് ചോദിക്കുന്നത്. ഈ റിജക്ഷനായ പേപ്പർ ഞങ്ങൾക്ക് തരണം. എന്തിനു വേണ്ടിയെന്ന് ചോദിക്കുമ്പോൾ സംശയമില്ലാതെ പറയുന്നുണ്ട്, കൃപാസനത്തിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കുവാനാണ്. സ്വാഭാവികമായും അവരത് കൊടുക്കുവാൻ തയ്യാറായില്ല. ഇവരെ ഇത്തിരി ഇൻസൾട്ട് ചെയ്തു. അതാണ് മകൾ പറയുന്നത്, ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. ഒടുവിൽ അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ടുവന്ന് അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ചുവെന്ന. മക്കൾ എത്ര കണ്ട് തങ്ങളുടെ സാധ്യതകളെല്ലാം സീറോ ആകുമ്പോൾ, ഇനി വഴി തുറക്കില്ല, തുറക്കേണ്ടവർ തന്നെ വഴി അടച്ചു നിൽക്കുമ്പോൾ മക്കൾക്ക് അല്പം പോലും ചഞ്ചലപ്പെടാതെ അമ്മയുടെ അരികിൽ വന്ന് ഈ നിയോഗം കൊടുത്തുകൊണ്ട് അച്ഛൻ്റെ കയ്യിൽ ആ പേപ്പർ പ്രാർത്ഥിക്കുവാൻ കൊടുക്കുമ്പോൾ അത് തിരികെ കൊണ്ടുപോകുമ്പോൾ മകൾക്കുറപ്പാണ് ഇത് അമ്മ മാതാവ് ഇടപെട്ട് അനുഗ്രഹിക്കുവാനുള്ള പേപ്പറാണെന്ന്. മകൾ പറയുന്നുണ്ട്, അത് കൊണ്ടുപോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ലോൺ അനുവദിച്ചു. 18 ലക്ഷം രൂപ രണ്ടുപേർക്കും ലാബ് തുടങ്ങുവാൻ, ഉപകരണങ്ങൾ വാങ്ങുവാൻ വേണ്ടി അനുവദിച്ച് കിട്ടിയെന്ന്. അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹത്തിന് ദൈവത്തോടുള്ള ഉത്തരവാദിത്വം വളരെ ഗൗരവമുള്ളതാണ്. നമ്മൾ പലപ്പോഴും അതുകൊണ്ടാണ് ഉടമ്പടി ജീവിതത്തിൽ നിങ്ങൾ നിയോഗം സമർപ്പിക്കുകയും നിയോഗത്തിൽ നിങ്ങൾക്കത് അനുഗ്രഹമാവുകയും ചെയ്താൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അത് സാക്ഷ്യപ്പെടുത്തുക എന്നത്. ഒരു അനുഗ്രഹം ലഭിച്ചു കഴിയുമ്പോൾ ഉപേക്ഷിച്ച് പോകുവാനുള്ളവരല്ല, മറിച്ച് അത് കൂടുതൽ ദൈവസ്നേഹത്തോടു കൂടി ആ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് കടമയുണ്ട്. മകൾ പറയുന്നത്, ഞങ്ങൾക്ക് ലോൺ കിട്ടി, ഞങ്ങൾ അത് ലാബ് തുടങ്ങി, എല്ലാ കാര്യവും നന്നായിട്ട് പോയി, സ്റ്റാഫിനെ നിയമിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞപ്പോൾ ഉടമ്പടി ജീവിതം മാത്രമാണ് ഉഴപ്പിയത്. ഉടമ്പടി ജീവിതത്തിൽ നിന്ന് പുറകോട്ട് പോയി, പത്രമാർക്കും കൊടുക്കാതെയായി, പ്രാർത്ഥനയ്ക്ക് പുറകോട്ട് പോയി. അങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് ഒന്ന് പിൻവലിയുന്ന കാലത്തിലേക്ക് എത്തിയെന്ന്. ചിലപ്പോഴെങ്കിലും ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ അത് ഉടമ്പടിയിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ കരുതും അതൊരു ശാപമാണെന്ന്. ശാപമല്ല, മറിച്ച് ദൈവം തന്നതിനെ ദൈവത്തിന് മുമ്പിൽ ഓൺ ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശം കൊടുക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അതാണ് സാക്ഷ്യപ്പെടുത്തൽ. മകൾ പറയുന്നുണ്ട്, അതെല്ലാം കുന്നുകൂടി വീടിനകത്തിരുന്നപ്പോൾ പ്രശ്നമായി. ലൈസൻസ് ഇല്ലെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. ഇനി നിങ്ങൾക്കിത് അനുവദിച്ച് തരില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും പഴയതിനേലും ദുരിതപൂർണമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെല്ലുന്നു. മകൾ പറയുന്നുണ്ട്, ഞങ്ങൾ ആദ്യം ചെയ്തത് ഉടമ്പടി ക്ലിയർ ചെയ്തു. അമ്മയുടെ അരികിൽ ഓടിയെത്തി. ഏതൊരു പ്രശ്നം വന്ന് തലയ്ക്ക് മുകളിൽ ദുരന്തമായി നിൽക്കുമ്പോഴും ഞങ്ങൾ കോടി വരുവാനുള്ളിടം അമ്മയുടെ അരികിൽ മാത്രമാണ്. കണ്ണീരോടുകൂടി ജീവിതത്തെ കൊടുത്തു. ഉടമ്പടി പുതുക്കി, ഉടമ്പടി ജീവിക്കാൻ തീരുമാനിച്ചു. കെട്ടിക്കിടന്ന ഓരോ പത്രവും ഞങ്ങൾ എടുത്തുകൊണ്ടുപോയി സ്നേഹത്തോടു കൂടി കൊടുക്കുവാൻ തീരുമാനിച്ചു. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ നവീകരിച്ചപ്പോൾ അമ്മ മാതാവ് വളരെ വേഗത്തിൽ ഓരോ കുരുക്കും അഴിച്ചുകൊണ്ടിരുന്നു. മക്കൾ പറയുന്നുണ്ട്, ഓരോ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴും 3 മാസം 3 ആഴ്ച എന്നൊക്കെയാണ് മറുപടി കിട്ടുന്നത്. പിന്നീട് അത് എവിടെയാണോ അതിൻ്റെ ശരിയായ ഓഫീസ് അവിടം വരെ പോകുന്നു. അതൊരു പ്രേക്ഷിത പ്രവർത്തനമായി കാണുന്നു. എല്ലായിടത്തും കൊണ്ടുപോയി കൃപാസന മാതാവിനെക്കുറിച്ച് പറഞ്ഞ്, കൂടെ നിന്ന് സഹായിക്കുന്ന അമ്മയുടെ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞ് കൃപാസനം പത്രം കൈമാറുന്നു. ചെല്ലുന്നിടങ്ങളിൽ ഉടമ്പടി തൈലം പൂശി കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി ഉടമ്പടി ഉപ്പ് വിതറുന്നു. എന്നിട്ട് സംസാരിക്കുന്നു. ആദ്യം തിരികെ വിടുന്നവർ രണ്ടാമത് അകത്തേക്ക് വിളിച്ച് മക്കൾക്ക് 4 മാസം 3 മാസം പറഞ്ഞ പേപ്പറുകൾ 3 ദിവസം കൊണ്ട് കയ്യിലേക്ക് നൽകി തുടങ്ങുന്നു. അത് ട്രിവാൻഡ്രത്ത് സംഭവിച്ചു. DMO ഓഫീസിൽ പോയപ്പോൾ അവിടെയും ഇതുപോലെ ഏറെ പ്രശ്നമുണ്ടായി. ഇതുപോലെ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കളുമായി പ്രാർത്ഥിച്ചു.
അതും വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് മക്കൾക്ക് ലഭിച്ചു. ഇന്ന് ഒന്നിനു പകരം 2 സ്ഥാപനങ്ങൾ ഒരുപോലെ സന്തോഷത്തോടെ വരുമാന വർധനവോടുകൂടി ഈ മക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് മക്കൾ പറയുന്നുണ്ട്, ഞങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പിന് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതൊരാൾക്കുള്ളതല്ലേ, മറ്റേയാൾ അനാഥമാകുമല്ലോ എന്ന് ഞങ്ങൾക്കിടയിൽ ഭിന്നിപ്പിന് ശ്രമിച്ചപ്പോൾ അമ്മ രണ്ടാമതൊരെണ്ണം കൂടി മറ്റൊരിടത്ത് സുരക്ഷിതമായി തുടങ്ങുവാനും രണ്ടും ഒരുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും വഴിയൊരുക്കി തന്നു. പ്രിയമുള്ളവരെ, ഈ സാക്ഷ്യം ആദ്യ അവസാനം കേൾക്കുമ്പോൾ എങ്ങനെ അമ്മയെക്കുറിച്ചൊന്നും അറിയാത്ത മക്കൾ ഈ ആലയത്തിൽ എങ്ങനെ എത്തിച്ചേർന്നുവെന്ന്, അമ്മയിൽ ജീവിതം സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ അടഞ്ഞുകിടന്ന വാതിലുകളൊക്കെ എങ്ങനെ തുറക്കുന്നുവെന്ന്, അസാധ്യമായ കാര്യങ്ങൾ എങ്ങനെ സാധിച്ചു കിട്ടുന്നുവെന്ന്, ഇടയ്ക്ക് വെച്ച് ഒന്ന് അമ്മയോടുള്ള വിശ്വസ്തതയിൽ പിന്നോട്ട് പോകുമ്പോൾ എങ്ങനെ ക്ലേശകാലത്തിലേക്ക് വന്നു വീഴുന്നുവെന്ന്, ആ വിശ്വസ്തത പുതുക്കുമ്പോൾ തീഷ്ണമായി അമ്മയോടുള്ള വിശ്വസ്തതയിൽ ജീവിക്കുവാൻ തീരുമാനിക്കുമ്പോൾ പൂർവാധികം അനുഗ്രഹത്തോടുകൂടി ജീവിതം എങ്ങനെ സുരക്ഷിതമാക്കുന്നുവെന്ന് ഈ മക്കൾ ഇവരുടെ വാക്കുകളിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഈ മക്കൾക്ക് ലഭിച്ച ഓരോ ദൈവാനുഭവത്തിനും ഓരോ പ്രത്യാശയ്ക്കും ഇവർ ആഗ്രഹിച്ച ബിസിനസ് നന്നായി തുടങ്ങുവാൻ വേണ്ടി ഒരുക്കി കൊടുത്ത ഓരോ സാഹചര്യത്തിനും തടസ്സങ്ങളൊക്കെ മാറ്റിക്കൊടുത്തതിനും സമയച്ചുരുക്കത്തിൻ്റെ അമ്മയ്ക്ക്, അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന അമ്മയ്ക്ക്, സാന്നിധ്യം കൊണ്ട് ജീവിത വിഷയങ്ങൾക്ക് മേൽ തീരുമാനം നൽകുന്ന അമ്മയ്ക്ക് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക്